അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഷുഗർ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത്തവണ നമ്മുടെ കൂടെ 2 ബാലന്മാരുണ്ട്. അല്ലും തുമ്പിയും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്തോ ട്രിപ്പ് പോണ ഫീലാണ്. ഈ ടൈമിലുണ്ടല്ലോ ഓട്ടോയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല റോഡാണെങ്കിൽ സേഫാണ്. പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് എത്തുന്നവരെ നല്ല കുലുക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വയറൊക്കെ ഇങ്ങനെ അള്ളി പിടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പോകാണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കാരണം എന്തായാലും ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് അയച്ചു കൊടുക്കണം. ഞാനിങ്ങനെ പ്രാർത്ഥിക്കണേ ദൈവമേ എൻ്റെ ഷുഗറിൻ്റെ ലെവൽ കുറയണേന്ന്. ഇനിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ എമൗണ്ട് കൂട്ടും, യൂണിറ്റ് കൂട്ടും. അത് ഇനിയും കൂടിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. കാരണം നമ്മൾ ഈ സിറിഞ്ച് കുത്തി കയറ്റുന്നതിനേക്കാളും വേദന എന്താണെന്നറിയോ, ഈ മരുന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ ഉണ്ടല്ലോ PPBS നോക്കാൻ. അങ്ങനെ ഞങ്ങൾ 2 പേരും ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. തുമ്പമ്മ ആണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഭയങ്കര കമ്പനിയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മെഡിസിൻസ് ഒക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒന്ന് മൊബൈൽ ഷോപ്പിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം എൻ്റെ ക്യാമറ പൊട്ടിയെന്ന് ഞാൻ വിചാരിച്ച ഭാഗ്യത്തിന് അതിൻ്റെ മുകളിലെ ഗ്ലാസ്സാണ് പൊട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ഇപ്പുറത്ത് കയറി. ഞാനും അമ്മയും ഒരു ചായ കുടിച്ചു. അല്ലും തുമ്പി ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അത് നല്ല എന്താ പറയുക ഫ്രീസായിരിക്കുന്നുണ്ട്, അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അവസാനം വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോരേണ്ടി വന്നു. ഇവരെയും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പീടികയിൽ ആധാരം കൊടുക്കുന്നതായിരിക്കും ലാഭം. കാരണം കണ്ണ് കാണുന്നത് മൊത്തം അത് വാങ്ങിയാലോ ഇത് വാങ്ങിയാലോ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ല. പക്ഷേ വാങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മേൻ്റെ അടുത്ത് അങ്ങനെ പറയുമ്പം അമ്മ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുകയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. ഇപ്പുറത്ത് വന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് തുമ്പി ഇങ്ങനെ പോവുകയാണ് അടുത്തത് എന്താ വാങ്ങേണ്ടത് നോക്കാൻ വേണ്ടിയിട്ടേ. അവിടെ നിന്നൊക്കെ എങ്ങനെയോ 2 കൂടെ കണ്ണ് വെട്ടിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് ഇനി നമ്മൾ തിരിച്ച് പോകാനുള്ള ഓട്ടോ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. അങ്ങനെ തിരിച്ച് പോവാണ്. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് സ്നാക്സ് ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ സ്നാക്സൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചനൊക്കെ ഇഷ്ടമുള്ള സാധനമൊക്കെ നോക്കി വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ മക്കളെ കാണാൻ ആരെ വരുന്നത് നോക്കി. അമ്മയാണെങ്കിൽ ഡമാ ഹിഷ്മതി എന്ന് പറഞ്ഞ പോലെയാണ് ആ ഗേറ്റ് തള്ളുന്നത്. കണ്ടില്ലേ ജാതി കഷ്ടപ്പാടാ. അങ്ങനെ ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ പാച്ചുച്ചൻ വന്നിട്ടുണ്ട് മക്കളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര കുളൂസാക്കാണ് കേട്ടോ അല്ലും തുമ്പിയും. കാരണം ഇവിടെ എത്തിയല്ലോ അമ്മമ്മേനൊക്കെ കണ്ടതിനെ കുറച്ച് എന്താ പറയുക ഉഷാറാക്കലുണ്ട്. പുതിയ വള വാങ്ങിയത് കാണിച്ചു കൊടുക്കുകയാണ് തുമ്പമ്മ. അല്ലും തുമ്പിയും കൂടെ ആരും കാണാതെ കത്തി എടുത്തിട്ട് ഒപ്പിച്ചൊരു പരിപാടിയാണത്. തുമ്പീൻ്റെ കൈയൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് അച്ഛന് കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്ന പാടും അത് നോക്കുകയാണ് കേട്ടോ എന്തായി. പിന്നെ എനിക്ക് കൊറിയറൊക്കെ അങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ വന്ന കൊറിയറൊക്കെ അങ്ങോട്ട് അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് അച്ഛൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ മക്കളോട് ടാറ്റാ ബേബിയെ പറഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു പോവുകയാണ്. അച്ഛൻ അങ്ങനെ കേട്ടോ മക്കളെ കാണാതെ അധികം അങ്ങോട്ട് നിന്നുകൂടാ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയാൽ ഞങ്ങൾ എപ്പോഴാ വരിക എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. എൻ്റെ അടുത്തേക്ക് വരാൻ എളുപ്പമാണല്ലോ, അവിടെ നിന്ന് ഇവിടേക്ക് അടുത്താണ്. പക്ഷേ കല്യാണിൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റണില്ല. ബൈ ദ വേ നമ്മൾ ഷുഗറിൻ്റെ റിസൾട്ട് പറഞ്ഞില്ലല്ലോ. എനിക്ക് FBS നന്നായി കുറഞ്ഞു 80, PPBS 130. പക്ഷേ പണി കിട്ടിയത് അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് 200 സംതിങ്ങും 300 സംതിങ്ങും ആണ് വാല്യൂ കാണിച്ചത്. ആ ടെൻഷൻ നല്ലോണം വന്നിട്ടുണ്ട് അമ്മയ്ക്കെങ്കിലും അമ്മ ഫുഡ് കൺട്രോൾ ചെയ്യുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ സമയത്ത് ഫുഡ് ഇങ്ങനെ മുമ്പിലേക്ക് എത്തും. ഫുഡ് അടി തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.